വാല്യൂം ലേണിംഗ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ സ്ഫെറിക്കൽ മിറേഴ്സ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലെ. ഒരുപക്ഷെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ഇഷ്ടമൊന്നും ആയിട്ടുണ്ടാവില്ല, കാരണം ഇതിൽ കുറെ കാര്യങ്ങൾ വരയ്ക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട് അല്ലെ. പക്ഷേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്രക്കും അടിപൊളിയായിട്ട് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ഫിസിക്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 നമ്മൾ പറയും. കാരണം അത്രക്കും രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഈ ചാപ്റ്ററിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താണ് റിഫ്ലക്ഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. റിഫ്ലക്ഷൻ ഒരു സാധാരണ ഒരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആദ്യം ഒരു പ്ലെയിൻ മിററിലാണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. 7ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എന്താ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇതാണ് അതിന്റെ നോർമൽ അല്ലെ. അതായത് അതിലിങ്ങനെ ഒരു മിഡിലായിട്ട് നമ്മൾ വര വരച്ചു കൊടുക്കും അല്ലെ, 90 ഡിഗ്രിയുള്ള ഒരു വര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷൻ പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് റേ വരികയാണ് അല്ലെ, ലൈറ്റിന്റെ ഒരു രശ്മി അല്ലെ, ലൈറ്റ് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലൈറ്റ് ഇങ്ങനെ തിരിച്ചു പോവാണോ ചെയ്യുന്നത്? അല്ല, ലൈറ്റ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോവാതെ ഈ വരുന്ന ലൈറ്റ് എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് പോവാതെ എന്ത് ചെയ്യും? ഈ വരുന്ന ലൈറ്റ് ഇതാ ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് പോവാണ് അല്ലെ. അതേ മീഡിയത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പ്രതിഫലനം. ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇവിടെയുള്ള ആംഗിളും എപ്പോഴും തുല്യമായിരിക്കും. ഇവിടെയുള്ള ആംഗിൾ നമ്മൾ ഐ എന്നാണ് വിളിക്കുക, ഇവിടെയുള്ള ആംഗിൾ നമ്മൾ ആർ എന്ന് വിളിക്കും. ഐയും ആറും എപ്പോഴും തുല്യമായിരിക്കും. ഐ 30 ആണെങ്കിൽ 6 30, ഐ 50 ആണെങ്കിൽ 6 50. അങ്ങനെ എപ്പോഴും അത് തുല്യമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഇനി നിങ്ങളുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു രീതിയിലുള്ള റിഫ്ലക്ഷൻ അല്ല, നമ്മൾ ഗോളീയ ദർപ്പണം എന്ന് പറയും അല്ലെ. ഇതാണ് നമ്മുടെ ഗോളീയ ദർപ്പണം അല്ലെ. ഇതൊക്കെന്താണ് ഗോളീയ ദർപ്പണങ്ങളാണ് അല്ലെ. സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന് ബാക്കി ഭാഗം നമ്മൾ പൂരിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഒരു സ്ഫിയർ കിട്ടും. മോനെ, അതാണ് സ്ഫെറിക്കൽ മിറേഴ്സ് അല്ലെ. ഇതാണ് നമ്മളുടെ കോൺകേവ് മിറർ, ഇതാണ് നമ്മളുടെ കോൺവെക്സ് മിറർ അല്ലെ. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ എങ്ങനെയാണ്? ഇതിൽ വന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് എങ്ങനെയാണ്? അവിടെ അത് വെച്ചാൽ ഇത് ഇവിടെ വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് കേട്ടോ. സോ നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നതും കൂടെ നമുക്ക് നോക്കാം. നോക്കാം. നമുക്കൊരു മിറർ തന്നിട്ടുണ്ട് അല്ലെ. നോക്കൂ, ഇങ്ങനെയാണ് അവിടെ ഒരു റിഫ്ലക്ഷനും നടക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, ഈ മിറർ ഏത്, ഈ ദർപ്പണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡന്റിഫൈ ദ മിറർ. നമുക്കറിയാം റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസ് എങ്ങനെയാന്ന് നോക്കൂ. റിഫ്ലക്ഷൻ നടക്കുന്ന സർഫസ് കുഴിഞ്ഞ പോലെയാണ്. കുഴിഞ്ഞ പോലെയുള്ള സർഫസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണം. നെക്സ്റ്റ്, നെയിം ദ പോയിന്റ് മാർക്ക്ഡ് ആസ് പി ഓൺ ദ മിറർ. ഇവിടെ പി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് എന്താണ്? നമുക്കറിയാം, അതെന്താണ്? പോളാണ് അല്ലെ. നെക്സ്റ്റ്, എക്സ് എന്ന് പറയുന്ന കോണിന്റെ അളവ് എത്ര? നോക്കണം മക്കളെ, എക്സ് എന്ന് പറയുന്ന എന്ത് കോണാണ്? ഈ വരുന്ന റേ ഇവിടെ തട്ടി ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് അല്ലെ. ഈ ആംഗിൾ ആണ് ഐ എന്ന് പറയുന്നത്, ഈ ആംഗിൾ ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ഐയും ആറും എപ്പോഴും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ ഐ 35 ഡിഗ്രി ആണെങ്കിൽ ആർ എത്രയായിരിക്കും? നോക്കേണ്ട ആവശ്യം പോലും നമുക്ക് ഇല്ലല്ലേ, കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും. ഉറപ്പല്ലേ, അത് 35 ഡിഗ്രി തന്നെയായിരിക്കും, സെയിം ആംഗിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് കണ്ടുപിടിച്ചത്? ലോ ഓഫ് റിഫ്ലക്ഷൻ, പ്രതിഫലനത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കണ്ടുപിടിച്ചത് അല്ലെ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമുക്കറിയാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ അതിന്റെ സി എന്ന് പറയുമ്പോൾ എന്താ? സെന്റർ ഓഫ് കർവേച്ചർ ആണ് അല്ലെ. സെന്റർ ഓഫ് കർവേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വസ്തുവിനെ വെക്കുകയാണ്. നോക്കണേ, ഒരു വസ്തുവിനെ വെക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ പ്രതിബിംബത്തിന്റെ വലിപ്പം എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ദ ഇമേജ്? ഒരു ഡൗട്ടും വേണ്ട, ഇങ്ങനെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഉണ്ടാവുക നോക്കൂ. ലൈറ്റ് വന്നിട്ടില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. തിരിച്ചിട്ട് പോവും. ഇവിടെ ഉണ്ടായതാണ് പ്രതിബിംബം, ഇതാണ് നമ്മൾ വെച്ച വസ്തു, ഇതാണ് നമുക്ക് കിട്ടിയ ഇമേജ്. ഈ ഇമേജിന്റെ പ്രത്യേകത എന്താ? നോക്കടാ, ഈ ഒബ്ജക്റ്റിന് ഇത്രയാണോ സൈസ് ഉള്ളത്? അതേ സൈസിലാണ് നമുക്ക് ഇവിടെ ഇമേജ് കിട്ടിയിട്ടുള്ളത്. സിയിലാണ് നിങ്ങൾ ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിം സൈസ് ആസ് ദി ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റിന് എത്ര വലുപ്പമുള്ളോ അതേ വലുപ്പം ഈ ഇമേജ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, റെഡി. നെക്സ്റ്റ്,
ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് മാഗ്നിഫിക്കേഷൻ. ഇതിന്റെ മാഗ്നിഫിക്കേഷൻ കണ്ടെത്താനാ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ ഇത്ര സിമ്പിളാ. എം എങ്ങനെയാ കണ്ടെത്തുക? നമ്മൾ പഠിച്ചതാണ് HI/HO അല്ലെ? എന്താണ് HI/HO? HI/HO. എടാ, HI എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഹൈറ്റ്, HO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. ഇവിടെ ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്റ്റിന്റെ ഹൈറ്റും സെയിം ആണ്. അപ്പൊ ഒരാളുടെ 10 മറ്റേ 10 വിചാരിച്ചോളൂ. ഒരാളുടെ എത്രയാണോ 10 ആണെങ്കിൽ മറ്റേത് 10 സെയിം ആണ്. ഒബ്ജക്റ്റ് 10 ആണെങ്കിൽ ഇമേജ് 10 അല്ലെ, സെയിം ആയിരിക്കും. 10/10 1. പിന്നെ ഏതൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാലും മുകളിലും താഴെയും സെയിം ആയതുകൊണ്ട് തന്നെ എത്ര ആയിരിക്കും? 1 ആയിരിക്കും എവിടെ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, ദർപ്പണങ്ങൾ നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? നമുക്കറിയാം മിറേഴ്സ് നമ്മൾ കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. റിയർ വ്യൂ മിറർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ദർപ്പണമാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. റിയർ വ്യൂ മിറർ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് അല്ലെ? ഏത് മിററാണ് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം അതേതാണ്, കോൺവെക്സ് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് കോൺവെക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ കാരണം? അതാണ് അടുത്ത ചോദ്യം. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന അനുകൂലമായിട്ടുള്ള എന്തെല്ലാം സവിശേഷതകളാണ് ആ മിററിനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് റിയർ വ്യൂ മിറർ. ഈ റിയർ വ്യൂ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലെ വണ്ടി നമുക്ക് കാണാം, വണ്ടിന്റെ ബാക്കത്തെ വണ്ടിനെ നമുക്ക് കാണാം അല്ലെ? ഒരുപാട് വണ്ടികളെ കാണാൻ പറ്റും, വലിയ ലോറികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇതിൽ കാണാൻ പറ്റും. ആ ലോറിന്റെ അതേ സൈസിലാണോ നമുക്ക് കാണാൻ പറ്റില്ല? അല്ല, ആ ലോറിനെയും അതിന്റെ ബാക്കിലുള്ള കാറിനെയൊക്കെ കുഞ്ഞാക്കിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലെ വ്യൂ കുഞ്ഞായിട്ട് നമുക്ക് കാണാം. ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു വൈൽഡ് റേഞ്ചിലുള്ള ഒരു വ്യൂ നമുക്ക് തരും അല്ലെ? അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം ചെറുതായിട്ടായിരിക്കും, ചെറുതായിട്ട് പക്ഷെ കുറേ ഏരിയ നമുക്ക് കാണിച്ചു തരും അല്ലെ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ നമുക്ക് നിവർന്ന അല്ലെ, നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് അവിടെ കിട്ടും. അക്കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. നെക്സ്റ്റ്, find out the radius of curvature of a concave mirror of focal length 12 centimeter. എൻ്റെ മോനെ സിമ്പിൾ ചോദ്യം അല്ലെ? അപ്പൊ R എത്രയാണെന്ന് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. F നമുക്ക് തന്നിട്ടുണ്ട്. F എന്ന് പറയുമ്പോൾ 12 സെന്റിമീറ്റർ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? നമുക്കറിയാം R = 2F ആണ്. R = 2F ആണ്. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുമ്പോൾ എന്താ വരിക? 12 × 2 അതായത് 24 സെന്റിമീറ്റർ. വല്ല ഡൗട്ടും ഉണ്ടോ? ഇങ്ങനെയല്ലേ വരിക? എത്ര സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഇത് കണ്ടെത്തിയത് അല്ലേ? എങ്ങനെയാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക? അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. ഒരു കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അവിടെ നിങ്ങളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ 28 സെന്റിമീറ്റർ ആണ് കേട്ടോ. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് എത്ര എന്ന് നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ ആൻസർ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ മക്കളെ, നമ്മുടെ NMOMSന്റെ ആ ഒരു കാലങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നന്നായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇനി അടുപ്പിച്ച് കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് തരും. കൂടെ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ നിങ്ങളൊരു കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. സോ താങ്ക് യു സോ മച്ച്. അടിപൊളി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.